ഓക്കെ ഡിയേഴ്സ്, സോ ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 + 2√5 ഇറാഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ എങ്ങനെയാണ് √5 മാത്രം വരുമ്പോൾ ചെയ്യാമെന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്കാണ്. സോ ഇവിടെ നിങ്ങൾ ഓൾറെഡി √5 ഇറാഷണൽ ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. √5 ഇസ് ഇറാഷണൽ എന്ന് കൊടുത്തിട്ടുണ്ടാകും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇനി ഈ വീണ്ടും √5 ഇറാഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഓക്കെ, ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യന് രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് എന്താണ്, ഇവിടെ ഒരു 3 + 2 എന്നുള്ളത് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ഇതുപോലെ √5 അല്ലെങ്കിൽ ഈ റൂട്ട് നമ്പേഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ ഏതെങ്കിലും ഒരു നമ്പർ, അത് മേ ബി ചിലപ്പോൾ എന്തായിരിക്കും, നമ്മളെ റൂട്ട് നമ്പർ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതുപോലെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 1/√2 അല്ലെങ്കിൽ 7√3 എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ടൈപ്പിൽ ഏതെങ്കിലും ഒരു നമ്പർ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തഡാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ലെറ്റ്സ് അസ്യൂം ദാറ്റ് 3 + 2√5 ഇസ് റാഷണൽ. ഫസ്റ്റ് നമ്മളിത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, സച്ച് ദാറ്റ് എന്താകും, 3 + 2√5 is equal to a divided by b, where a and b are co-primes. നമുക്കറിയാലോ where a and b are co-primes and b not equal to 0. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത അതേ സാധനം തന്നെയാണ് നമ്മൾ വീണ്ടും എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയുള്ള 3 + 2√5 ഉണ്ടല്ലോ, ഇനി നേരത്തെ ചെയ്ത പോലെയല്ല കേട്ടോ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ടോട്ടലി മാറുന്നുണ്ട്. നിങ്ങൾ ഈ √5 മാത്രമല്ല ജസ്റ്റ് വെക്കുക, ബാക്കിയുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതർ സൈഡിലേക്ക് കൊണ്ടുപോവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ +3 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങളുടെ ആൻസർ 2√5 is equal to a divided b -3 എന്നായിട്ട് മാറും. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഇവിടെ ഉള്ളത് എന്താണ്, -3 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് ഫ്രാക്ഷൻ നമ്പേഴ്സ്, ഇതിൻ്റെ ഇടയിൽ ഒരു 1 ഉണ്ട്. സോ ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 2√5 is equal to a മൈനസ് ഇവിടെ നിന്ന് 3 × b, സോ 3b divided by b. കണ്ടോ, ഇവിടെ 1 × a ആയതുകൊണ്ട് a, 3 × b 3b, സെൻറ്ററിലുള്ള മൈനസ് അതേപോലെ ഇട്ടെടുത്തു, ഡിനോമിനേറ്ററിലുള്ള ബിയും അതേപോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഈ 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. സോ ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ജസ്റ്റ് × 2 എന്നുള്ളത് കേട്ടോ. സോ √5 is equal to a -3b divided by b. ഈ 2 നമ്മൾ താഴോട്ട് കൊണ്ടുവന്നപ്പോൾ 2 × b എന്നായി. ഇപ്പോൾ കണ്ടോ √5 ഇവിടെ ഉണ്ട് ഓൾറെഡി. √5 എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം. ഇവിടെ നിങ്ങൾ √5 കണ്ടോ, √5 ഇവിടെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട, ഓൾറെഡി ഗിവൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ √5 എന്നുള്ളത് ഇറാഷണൽ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് p/q ഫോമിലാണ്. എയും ബിയും ഒരു നോർമൽ ഇൻറ്റീജേഴ്സ് ആണല്ലോ. സോ ഇൻറ്റീജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും p/q ഫോമിൽ വരും. ദാറ്റ് മീൻസ് ഇത് റാഷണൽ ആണ്, ഇത് ഇറാഷണൽ ആണ്. അപ്പോൾ എന്തായി, ഒന്ന് റാഷണൽ ഇസ് നോട്ട് ഈക്വൽ ടു ഇറാഷണൽ, അങ്ങനെയല്ലേ. സോ ഇവിടെ ഈക്വൽ സൈന് കറക്റ്റ് അല്ല. അപ്പം നമ്മുടെ കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ ശരിക്കും തെറ്റിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. എന്താ, ദിസ് കോൺട്രഡിക്ട്സ് ദി ഫാക്ട് √5 is ഇറാഷണൽ. √5 ഇറാഷണൽ ആണെന്ന് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇറാഷണൽ ആണെന്ന് ഓൾറെഡി അറിയാം. therefore √5 സോറി നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള 3 + 2√5 is ഇറാഷണൽ. ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ. നമ്മൾ കുറേ എഴുതണമെന്നൊന്നുമില്ല, ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്കായി. ഇനി ഈ ഒരു ക്വസ്റ്റ്യന് പകരം ഇവിടെ ഏതൊരു ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, സെയിം. ഇപ്പോൾ ഇവിടെ 7√3 എന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, 7√3 is equal to a/b എന്ന് കൊടുക്കും. എന്നിട്ട് ആ 7നെ മാത്രം എടുത്ത് അങ്ങോട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് √3 ആയില്ലേ. സോ അത്രയേ ഉള്ളൂ, ആൻസർ അത്രയേ ഉള്ളൂ. അതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി കൊടുക്കുക. എല്ലാത്തിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് റൂട്ട് നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ റൂട്ട് നമ്പറിനെ മാത്രം LHSൽ വെക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രാൻസ്പോസ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇതുപോലുള്ള സ്ഥലത്ത് തെറ്റിക്കരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ a -3 divided by b എന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ന് ഡയറക്റ്റ് ആയിട്ട് 3നെ മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇത് സബ്ട്രാക്ഷനിലായതുകൊണ്ട്.
സോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതും സെറ്റല്ലേ? ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാമിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ.